അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നിട്ട വ്ളോഗാണ് ഇത്. നാളെ ഞാനിടുള്ളൂ. ഇന്നിട്ട ആ വ്ളോഗിൻ്റെ ബാക്കിയാണ്. ഇന്നാണ് വീട് പൊളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള റെസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ ബാഗ്, ഫോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിക്കും. അപ്പോൾ വീട് പൊളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് താമസിക്കുക എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുത്തച്ഛൻ്റെയും മുത്തൻ്റെയും വീടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ അവിടെ നിൽക്കാൻ പോകുന്നത്, അവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പം അവിടത്തേക്കാണ് ഈ സാധനങ്ങളെല്ലാം എടുത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫും അതേപോലെ ഈ വീട് പൊളിക്കുന്നതിൻ്റെ വ്ളോഗും കൂടിയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാക്കുകയാണ്. രാവിലെ എണീറ്റ പാടി ഇതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. ഇത് നമ്മൾ താമസിക്കുന്ന വീട്, അത് മൂത്തയും മുത്തച്ഛൻ്റെ ഒക്കെ വീട്. അപ്പം ഇത്ര ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കൊണ്ടാക്കുകയാണ്. ഇനിയിപ്പം ആകെ കൊണ്ടാക്കാനുള്ളത് മൊബൈല്. ഞാൻ കൊണ്ടാക്കുന്നത് അതാണ്, മൊബൈല്, ടാബ്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് നേരത്തെ എടുത്ത് കൊണ്ടുവച്ചിടാമല്ലോ. നമുക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമല്ലേ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുത്തിട്ട് രാവിലെ അവരൊക്കെ വന്നിട്ടുണ്ട്, പൊളിക്കേണ്ട ആളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റിൽ അത് ഇപ്പോൾ കൊണ്ടാച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എവിടെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ മൂത്തൻ്റെ ചോദിച്ചാൽ എവിടെ വെക്കേണ്ടത്. അപ്പോൾ മൂത്ത പറഞ്ഞ് ഇവിടെ വെച്ചോ, ഇത് സ്റ്റഡി ടേബിളാണ്, അപ്പോൾ അതിൻ്റെ മേലെയാണ് ഉള്ളത്. ഇതൊക്കെ കിൻഡർ ജോയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്, അതൊക്കെ ടേബിൾ മേലുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിത് നീക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ടാബ് വെച്ചത്. പിന്നെ ഇത് ഫോണ്. അപ്പം ഇനിയും ഉണ്ട്, അമ്മേൻ്റെ ഫോണൊക്കെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ കൊണ്ടാകുന്നില്ല, അത് കുറച്ച് അതിൻ്റെ ഒക്കെ എടുത്തോളും. ഇതിപ്പം അതിൻ്റെ ഒത്ത് ഇങ്ങനെ ആരും വിളിക്കൊന്നുമില്ല, അതുകൊണ്ടാണ് അത് അവിടെ വെച്ചത്. അങ്ങനെ ഇതേ വീടൊക്കെ പൊളിച്ചു തുടങ്ങി ഗൈസ്. ആ ജനലൊക്കെ കണ്ടോ, ജനലും അവിടെയൊക്കെ ഏകദേശം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ ഇത് എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കിയിരുന്നു പൊട്ടിക്കുന്നത്. പക്ഷേ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അകത്ത് പോയി, വീടെടുക്കാൻ വേണ്ടി മാത്രം പുറത്തേക്കും പിന്നെ അകത്ത് വരും. ഇതൊരു 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഗ്യാസ്, നമ്മൾ അങ്ങേ വീട്ടിലുള്ള ഗ്യാസ് ഇവിടെ മുറ്റത്ത് ഒരു ടേബിൾ വെച്ച് നിർത്തും. ഇതൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് വെക്കണം. ഇവിടെ ഗ്യാസ് വെച്ചതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഈ ചൂട് കാലത്ത് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് കുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ഒരു ത്വര വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി, ഇങ്ങനെ കുക്ക് ചെയ്യാൻ വിചാരിച്ചു. അത് സ്പെഷ്യലായിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സോയാബോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. സോയാബോളെല്ലാം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം എനിക്ക് ഉണ്ടാക്കാൻ അറിയുള്ളൂ. അപ്പം അനിയത്തിയുണ്ട്, അനിയനുണ്ട്. അവർക്ക് വീടെടുക്കുന്നതൊക്കെ വരാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് വീടെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരും, അതുകൊണ്ട് എനിക്ക് സീനില്ല. അപ്പം ഞാൻ ഉണ്ടാക്കുകയാണ്. പിന്നെ സോയാബോളൊക്കെ ഉണ്ടാക്കുന്ന വലിയ പറയാനൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ ആണല്ലോ. അപ്പം ഇവിടെ മസാലയൊക്കെ പരതി എടുക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ പണിയില്ല. അതൊക്കെ നമ്മൾ ആദ്യമേ ഇങ്ങനത്തെ മസാലകളൊക്കെ ഒരു പാട്ടയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ടയിൽ മീൻസ് ഒരു വലിയൊരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങ് മാറ്റുമ്പോൾ. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ മസാലകൾ ഡിഫറെൻറ്റ് മസാല ഉണ്ടാവുമല്ലോ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് കുറച്ച് പണിയാണ്. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളതും എനിക്ക് കുറച്ച് ഡൗട്ടുള്ള കാര്യമാണ്. പക്ഷേ ചിക്കൻ മസാല എനിക്കറിയാം എത്ര ഇടണം എന്നുള്ളത്. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ചിക്കൻ മസാലയാണ്, അതെനിക്കറിയാം എത്ര ഇടണം എന്നുള്ളത്. ബിക്കോസ് അത് ഞാൻ കുറച്ച് കൂടുതലിടും. കൂടുതൽ വെച്ചാൽ ഓവറായിട്ടുള്ള അതല്ല, എന്നാലും ചിക്കൻ മസാല ഞാൻ കുറച്ച് കൂടുതലിടും. പിന്നെ മുളക് പൊടി നമ്മളെല്ലാവരും കഴിക്കുന്നതായതുകൊണ്ട് ഓവർ എരിവ് ഇടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവർ എരിവ് അധികം പിടിക്കില്ല. പിന്നെ അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലേ ഉള്ളൂ. ഇത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഫസ്റ്റ് ഡേ ഓക്കെ പൊടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പുറത്തൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ വീട് പൊളിക്കുകയാണ്. പിന്നെ കഷ്ണങ്ങൾ മീൻസ് ആ ടൈൽസോ അല്ലെ ആ ചുമരിൻ്റെ ഒക്കെ കഷ്ണങ്ങളൊക്കെ മേത്ത് പോലെ അങ്ങോട്ട് നമ്മൾ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ വീടൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ബാക്കിലൂടെയൊക്കെ പോയി ജസ്റ്റ് നോക്കും. അതിൻ്റെ അരിയത്തല്ല, നമ്മളിങ്ങോട്ടൊക്കെ നിന്ന് നോക്കാമല്ലോ. ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, വീടൊക്കെ കംപ്ലീറ്റ്ലി പൊളിച്ച് കഴിഞ്ഞു. അതിൻ്റെ വീടൊക്കെ ഞാൻ ഇടാം. ഇത് ആക്ച്വലി മെയ് 6th വീഡിയോ ആണ്. അത് ഞാൻ എഡിറ്റ് ചെയ്തിടുമ്പോൾ ഇത്ര ലേറ്റ് ആയിപ്പോയി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനിത് ഉപ്പും അങ്ങനത്തെ അതിൻ്റെ മസാലകൾ തന്നെ ഇടുകയാണ്. എനിക്ക് പിന്നെ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യണം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് കീഴ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനിത് ഓളെടുക്കെ കൊണ്ടെടുക്കാൻ പറഞ്ഞു. ഓൾ അങ്ങനത്തെ ഹെൽപ്പെല്ലാം ചെയ്യട്ടോ. ഓൾ നല്ല രീതിക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഇത് ഗ്യാസ് മേലിടുമ്പോൾ ഞാൻ ഓളെ ഇതാക്കൂല, അഥവാ അവളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലോ. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല, എന്നാലും ഒരു കോൺഫിഡൻസിലൊക്കെ ഞാൻ ചെയ്യണേ. അപ്പോൾ ഓളെ കയ്യിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓളെ കയ്യിലായിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമായിരിക്കും.
അപ്പം ഞാനിപ്പോൾ ഈ ആലോചിക്കുന്നതെന്നറിയാം ഞാൻ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക അതന്നെ. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റിനൊക്കെ വെക്കുമല്ലോ, അത് ഞാൻ വെച്ചിട്ടില്ല. അതിനുള്ള സമയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഗ്യാസിമിലിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുക്ക് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതിങ്ങനെ ആവാൻ സമയത്ത് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വെറുതെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പണിക്കാരൊക്കെ പോയി. അപ്പോൾ ഉള്ള വീഡിയോ ആണ് ദേ ഈ കാണുന്ന വീഡിയോ. കണ്ടില്ലേ ഇത്രയും പൊളിച്ചു. പിന്നെ നൈറ്റ് കേങ്ങൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും വീഡിയോസൊക്കെ വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.